സുഹൃത്തുക്കളെ, ഇസ്രായേൽ പ്രധാനമന്ത്രി ഇസ്ഹാഖ് റബീൻ കൊല്ലപ്പെട്ട വിവരം പലരും അറിയില്ല. ഇദ്ദേഹം 2 ടൈമിൽ പ്രധാനമന്ത്രിയായിട്ടുണ്ട്. 1995 കൊല്ലപ്പെടുകയാണ്. ജെറുസലേമിൽ ജൂയിഷ് കുടിയേറ്റക്കാർക്ക് ജനിച്ച ആളാണ്. സമാധാനത്തിന്റെ നൊബേൽ കിട്ടിയ ആളാണ്. ഇദ്ദേഹവും യാസർ അറഫാത്തും തമ്മിൽ ഒരു ചർച്ചയൊക്കെ നടത്തി സമാധാന ശ്രമത്തിൽ നീങ്ങുകയായിരുന്നു. അത് ഇന്നത്തെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലെയുള്ള ജൂത തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ഇസ്ഹാഖ് റബീന്റെ ഡമ്മി തെരുവുകളിൽ കത്തിച്ചു, വമ്പൻ റാലികൾ നടത്തി. ഇസ്ഹാഖ് റബീന്റെ ശവമഞ്ചം പ്രതീകാത്മകമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹു തെരുവുകളിൽ കൊണ്ടു നടന്നു. അതിന് പ്രതികരണമെന്നോണം ഇസ്ഹാഖ് റബീനും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുമായിട്ട് മാർച്ച് നടത്തി. അതിൻ്റെ ഇടയിൽ എങ്ങാണ്ടോ കാറിൽ കയറുന്ന സമയത്ത് ഒരു ജൂത തീവ്രവാദി അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത് ലോസ് ആഞ്ചലസ് പത്രത്തിന്റെ വെബ്സൈറ്റാണ്, ജൂയിഷ് അനുകൂല സോഴ്സാണ്. ഇപ്പൊ November 4 അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്. റബീൻ ഈസ് അസാസിനേറ്റഡ് അറ്റ് റാലി, ജൂയിഷ് സ്റ്റുഡന്റ് എന്ന് വളരെ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. റബീൻ അസാസിനേറ്റഡ് അറ്റ് റാലി, അതായത് റബീൻ റാലിയിൽ കൊല്ലപ്പെട്ടു. ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ഇസ്ഹാഖ് റബീൻ വാർ ഹീറോ നൊബേൽ പ്രൈസ്, അതായത് നൊബേൽ പ്രൈസ് കിട്ടിയ ആളാണ്. സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. അത് പലസ്തീനികളുമായിട്ട് സമാധാനത്തിലുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിലാണ് അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. അതിന്റെ പേരിൽ തന്നെയാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുള്ളത്. അറ്റ് ദ എൻഡ് ഓഫ് മാസീവ് റാലി ഇൻ ടെൽ അവീവ് in support of his government efforts to end the Arab-Israeli conflict. അറബ്-ഇസ്രായേലി കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ, അതിനു വേണ്ടിയിട്ട് ഉള്ള സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടത്തിയ റാലിയിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടത്. A 27-year-old Jewish law student arrested at the scene immediately after allegedly fired 3 shots at nearly point-blank range, hitting Isaac Rabin torso and wounding one of the Prime Minister bodyguards. ഇപ്പോൾ 2 വെടിയുണ്ടകൾ ഇസ്ഹാഖ് റബീന്റെ ശരീരത്തിൽ കയറി, ഒരെണ്ണം അദ്ദേഹത്തിന്റെ ബോഡിഗാർഡിന്റെ ശരീരത്തിലും കയറി എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച ഒരു പ്രധാനമന്ത്രിയെ കൊന്ന പാരമ്പര്യമാണ് ജൂത തീവ്രവാദികൾക്കുള്ളത്. അപ്പോൾ പാലസ്തീൻ അറബ് പ്രശ്നത്തിന്റെ മൂല കാരണം പാലസ്തീനികളാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന സംഘി തീവ്രവാദികൾ അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദികൾ, അവരെ നമ്മൾ അവഗണിക്കുകയാണ്. അവർക്ക് അതേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ സ്വതന്ത്ര ചിന്തകരെന്ന് പറയുന്ന നാസ്തിക മോർച്ചക്കാർ ഇത് പറയുന്നുണ്ട്. അത് വിശ്വസിക്കുന്ന കുറെ പാവങ്ങളുണ്ട്. അവരോടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. The assassination of Isaac Rabin. He never knew it was one of his people who shot him in back. തന്നെ പിന്നിൽ നിന്ന് വെടിവെച്ച് കൊല്ലുന്നത് തന്റെ ജനതയാണെന്ന് ഒരിക്കലും ഇസ്ഹാഖ് റബീൻ അറിഞ്ഞിരുന്നില്ല എന്നാണ് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. തെല്ലവീവിലെ സമാധാന സന്ദേശത്തിനുള്ള റാലിയിൽ വെച്ചിട്ടാണ് ഇസ്ഹാഖ് റബീൻ കൊല്ലപ്പെടുന്നതെന്നാണ് ഇതിലും പറയുന്നത്. ഇൻകംബന്റ് പ്രൈം മിനിസ്റ്റർ, അതായത് നിലവിലെ കാലഘട്ടത്തിൽ അന്ന് അധികാരത്തിൽ ഇരുന്ന പ്രധാനമന്ത്രിയാണ് കൊന്നത്. അപ്പൊ അത്രക്കും ഭീകരന്മാരാണ് ജൂത തീവ്രവാദികൾ എന്നാണ് ഇതിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു ഇസ്ഹാഖ് റബീൻ. അദ്ദേഹത്തെ കൊല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജൂതരുടെ ഈ തീവ്രവാദമൊന്നും നമ്മുടെ നാട്ടിലെ സംഘികൾക്ക് മുസ്ലിങ്ങളോടുള്ള വെറുപ്പാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ മനുഷ്യത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞുകൊണ്ട് പച്ച സംഘിസം പറയുന്ന, മുസ്ലിം വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകൾ, അപ്പൊ അവർ ഈ ഡെയിലി വന്നിരുന്ന് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. ഇപ്പൊ എനിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. പക്ഷെ ഇതൊക്കെ നാട്ടുകാർ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, എന്റെ ഗതികേട് കൊണ്ട് ഇവരുമായിട്ടൊക്കെ വേദി പങ്കിട്ടത് കൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തീവ്രവാദികളെ ലോകം ചർച്ച ചെയ്യുന്നില്ല, അത് കാണുന്നില്ല എന്നുള്ള ഒരു വിഷമം എനിക്കുണ്ട്. അപ്പോൾ ഈ ഇസ്രായേൽ അവർക്ക് വെസ്റ്റ് ബാങ്ക്, ഗസ ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. അവിടുത്തെ അന്തേവാസികൾ ആട്ടി ഓടിച്ചിട്ട് അതൊക്കെ പിടിച്ചെടുക്കണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ ഓരോ ദിവസവും പുതിയ ആളുകളെ, ലോകത്ത് എവിടുന്ന് ജനിച്ച ജൂതനും ഇസ്രായേലിലേക്ക് വരിക, അവിടെയുള്ള പലസ്തീനുകൾ ആട്ടി ഓടിച്ചിട്ട് അവിടെ വീട് പണിയുക, ഇതൊക്കെയാണ് ഇവരുടെ ഹോബി. ജോർദാൻ അതിർത്തിയോട് ചേർന്നിട്ട് ഇപ്പോൾ അവിടെ ഒരു വാലി ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ ഇസ്രായേലിലോട്ട് ചേർക്കാൻ പോവുകയാണെന്ന് പറയുന്നത്. അപ്പോൾ ഈ വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സാധനം ചെറിയൊരു പ്രദേശമായിട്ട് മാറും. അപ്പോൾ അവരെ മാക്സിമം വെറുപ്പിച്ച് അവരവിടെ നാട്ടി ഓടിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ ഒരു കൺസെപ്റ്റ്. സ്വാതന്ത്ര്യ ചിന്തകർ എന്ന് പറയുന്ന കുറെ ആളുകൾ ഇത് പുസ്തകത്തിലുള്ളതല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പുസ്തകത്തിലുള്ളതാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ ഞാനൊക്കെ ഓടിപ്പോകേണ്ടി വരില്ലേ? അപ്പോൾ സംഘികൾ അതൊക്കെ ഓക്കെ. ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിങ്ങൾ ഉണ്ട്, ക്രിസ്ത്യാനികൾ ഒക്കെ, അവരെ ഞാൻ ഒഴിവാക്കുകയാണ്.
അത് എല്ലാവരും അല്ല, ഇത്രയും നല്ലവരായ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ എസ് ക്രിസ്ത്യാനികളുണ്ടല്ലോ, എസെൻസ് തന്നെ പച്ചക്ക് പറയാം. അപ്പോൾ അതിലുള്ള കുറേ ക്രിസ്ത്യാനികളുണ്ട്. പക്ഷെ അതിലുള്ള മുസ്ലിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ പരശുരാമൻ മഴ പറഞ്ഞിട്ടാണ് കേരളം ഉണ്ടായതെന്നാണ് ഐതിഹ്യം, അത് വിശ്വാസം. അതിപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. എഴുതി വെച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം അവർക്കുണ്ട്. പിന്നെ വാമനൻ ചവിട്ടിയിട്ട് ഈ ഭൂലോകം മൊത്തം വാമനൻ്റെതാക്കി എന്നുള്ള വിശ്വാസം വേറെ ഉണ്ട്. അപ്പോൾ ഈ വിശ്വാസം അനുസരിച്ച് നമ്മളൊക്കെ ഇവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കിയാൽ അത് നിങ്ങൾ അംഗീകരിക്കും. ഇനിയിപ്പോൾ ആട്ടിപ്പുറത്താക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചാൽ അത് തീവ്രവാദമാണോ? അപ്പോൾ അതിനെ പറ്റിയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇതുവരെ കേട്ടത് എല്ലാവർക്കും നന്ദി. അപ്പോൾ ശരി.